ഭാര്യയുടെ കുടുംബം പരിപൂർണ സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി തരുന്ന സമ്പത്ത് മാത്രമേ നമുക്ക് ഹലാലാവുകയുള്ളൂ എന്നും മറ്റെല്ലാം നമുക്ക് ഹറാമാണെന്നും നമ്മൾ പറഞ്ഞു വെച്ചു. എന്നാൽ ഭാര്യയ്ക്ക് മാത്രമായി കൊടുക്കുന്ന സ്വർണം, ആ സ്വർണം പരിപൂർണമായും അവളുടേതാണ്. അതിൽ നിന്ന് ഭർത്താവിന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഭാര്യയുടെ പരിപൂർണ സംതൃപ്തി ആവശ്യമാണ്. ഇതേ വിഷയം മഹറിൻ്റെ കാര്യത്തിലും ഖുർആൻ പറയുന്നുണ്ട്. മഹറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ അതേ നിയമം തന്നെയാണ് ഈ വിഷയത്തിലും ബാധകമാവുക. വിവാഹാലോചന നടക്കുമ്പോൾ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കൽ ഇസ്ലാമിൽ കറാഹത്താണ്. മാത്രമല്ല, വിവാഹാലോചന സമയത്ത് വധുവിൻ്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്നവരെ കള്ളനെന്ന് വിളിക്കണമെന്ന് മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഫൽഫർ ബിദാത്തിദ്ദീൻ, നിങ്ങൾ വിവാഹാലോചന നടത്തുമ്പോൾ പെണ്ണിൻ്റെ ദീനുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാവുക. മറ്റു ലക്ഷ്യങ്ങൾ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഭാര്യയുടെ സമ്പത്ത് ലക്ഷ്യമാക്കി വിവാഹം കഴിക്കുന്നവന് ജീവിതത്തിൽ ദാരിദ്ര്യമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതേസമയം വധുവിൻ്റെ വീട്ടുകാർ വരൻ്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ വിവാഹമോചിതയായ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ അബൂജഹമിനെയാണോ മുആവിയയെയാണോ വിവാഹം കഴിക്കേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, അബൂജഹം ഭാര്യമാരെ നന്നായി അടിക്കുന്നയാളാണ്, മുആവിയ വളരെ ദരിദ്രനാണ്. അതുകൊണ്ട് രണ്ടുപേരെയും നമുക്ക് വേണ്ട. നിങ്ങൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് വരൻ്റെ സ്വത്തുവിവരങ്ങൾ അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നെ കേൾക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരോട് ഒരു തവണ കൂടി, ഒരിക്കലും നമ്മൾ നമ്മുടെ ഭാര്യയുടെ സമ്പത്ത് ആഗ്രഹിക്കാൻ പാടില്ല. അതിൽ നമുക്ക് ഒരു ബറക്കത്തും ഒരു ഇസ്സത്തും വരാനില്ല. നമ്മൾ അധ്വാനിച്ച് നമ്മുടെ കുടുംബത്തെ പോറ്റുമ്പോഴാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തും ബറക്കത്തും തരിക. അതുകൊണ്ട് ഒരിക്കലും ഒരു കുടുംബത്തിലും ഒരു പെണ്ണിൻ്റെയും കണ്ണുനീര് വീഴാൻ നമ്മൾ കാരണമാവരുത്.